എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 8ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിലെ ഫസ്റ്റ് ചാപ്റ്ററായ എ ലോങ് വിത്ത് ഗ്രാനി. ഈ ചാപ്റ്ററിൻ്റെ ക്വസ്റ്റ്യൻ ആൻസറും ഫുൾ ആക്ടിവിറ്റീസുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. മലയാളം എക്സ്പ്ലനേഷൻ 2 പാർട്ടായിട്ട് ഇതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പം നമ്മൾ ആ ചാപ്റ്റർ നന്നായി വായിച്ചു, അതിൻ്റെ സ്റ്റോറിയൊക്കെ മനസ്സിലാക്കി ബുദ്ധിമുട്ടുള്ള വാക്കുകളൊക്കെ നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വൈ couldn't Granny see properly through her glass? Why couldn't Granny see properly through her glasses? കണ്ണടയിലൂടെ കാണാൻ കഴിയാത്തതിന് കാരണം എന്താണ്? ഗ്രാനി couldn't see properly through her glasses because her eyes had grown steadily weaker and her glasses were scratched and spotted. Second question, why didn't Granny want to be parted from Manny? മാനിയിൽ നിന്ന് പിരിഞ്ഞു പോകാൻ ഗ്രാനിക്ക് ഇഷ്ടമല്ലായിരുന്നു. അതെന്തുകൊണ്ടാണ്? Granny didn't want to be parted from Manny because she had raised him since his mother passed away when he was only a year old. അപ്പം അമ്മ മരിച്ചത് മുതൽ ആരാണ് നോക്കുന്നത്? ഗ്രാനിയാണ് നോക്കുന്നത്. ഷീ കെയർഡ് ഫോർ ഹിം ഡീപ്ലി ആൻഡ് ദ തോട്ട് ഓഫ് ബീയിങ് എവേ ഫ്രം ഹിം വാസ് ഹാർഡ് ഫോർ ഹെർ. അപ്പോൾ അവനെ പിരിഞ്ഞിരിക്കുക എന്നുള്ളത് വളരെ വിഷമമുള്ളൊരു കാര്യമാണ്. നെക്സ്റ്റ്, ഡു യു തിങ്ക് ഗ്രാനി വാസ് കോൺഫിഡൻറ്റ് അബൌട്ട് വാക്കിംഗ് ടു നെയിൻ? ഗീവ് റീസൺ. അപ്പം ഗ്രാനി കോൺഫിഡൻ്റ് ആയിരുന്നോ എന്ന്? എന്താണ്? യെസ്, ഗ്രാനി വാസ് കോൺഫിഡൻറ്റ് അബൌട്ട് വാക്കിംഗ് ടു നെയിൻ. Despite her age and her weakening eyesight, she was determined to walk. കണ്ണിന് കാഴ്ച കുറവാണ്, പ്രായമുണ്ട്, എന്നിരുന്നാലും ഷി വാസ് ഡിറ്റർമിൻഡ് ടു വാക്ക്, നടക്കാൻ തീരുമാനിച്ചു. ബിക്കോസ് ഷീ ഫെൽറ്റ് സ്ട്രോങ് ഇനഫ് ടു വാക്ക് അപ്പ് ഹിൽ ആൻഡ് ഡൗൺ ഹിൽ. ഹെർ കോൺഫിഡൻസ് ഓൾസോ റോസ് ഫ്രം ഹെർ സ്ട്രോങ് സ്പിരിറ്റ് ആൻഡ് ഡിറ്റർമിനേഷൻ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Why does Manny's father call Granny's journey to Missouri a shopping trip? ഗ്രാനീസ് ജേർണി, യാത്ര മസൂറിലേക്കുള്ളത് എന്തുകൊണ്ടാണ് ഒരു ഷോപ്പിംഗ് ട്രിപ്പാണ് എന്ന് അച്ഛൻ പറഞ്ഞത്? Manny's father calls Granny's journey a shopping trip because Granny said she planned to buy seeds, bulbs, a new bell for the white cow, a pullover for Manny's father and shoes for Manny. ഇത് കുറേ സാധനങ്ങളുടെ ലിസ്റ്റ് പറയുന്നുണ്ടല്ലേ, അതുകൊണ്ടാണ് അച്ഛൻ പറഞ്ഞത് ഷോപ്പ് ചെയ്യാനാണോ പോകുന്നത് എന്ന്. Next question, landslides are become more frequent now, aren't they? Make a list of recent natural calamities, discuss the possible causes of this. അപ്പോൾ ലാൻഡ്സ്ലൈഡ്സ് എന്ന് പറഞ്ഞാൽ മണ്ണിടിച്ചിൽ ഇന്ന് നമ്മൾ കേൾക്കുന്നുണ്ടല്ലേ. അപ്പോൾ അതേപോലെയുള്ള നാച്ചുറൽ കലാമിറ്റീസ് വേറെ എന്തൊക്കെയാണ് അത് ലിസ്റ്റ് ചെയ്യാനാണ് പറഞ്ഞത്. എർത്ത്ക്വേക്സ്, ഫ്ലഡ്സ്, സുനാമി, ടൊർണാഡോസ്, വൈൽഡ് ഫയർ, ഹറിക്കൻസ്, ഡ്രോട്ട്. ഇപ്പോൾ എർത്ത്ക്വേക്സ് എന്ന് പറഞ്ഞാൽ ഭൂകമ്പല്ലേ, ഫ്ലഡ്സ് വെള്ളപ്പൊക്കം, സുനാമി അറിയാം, വൈൽഡ് ഫയർ അറിയാം, ഹരിക്കെയിൻസ്, ഡ്രോട്ട് ഒക്കെ അറിയാം. ഓക്കെ, ഇനി അടുത്തത് പോസിബിൾ കോസസ് എന്താണ്, ഇതിനുള്ള കാരണം എന്താണ്? ഹെവി റെയിൻഫോൾ, ക്ലൈമറ്റ് ചേഞ്ച്, ഡീഫോറസ്റ്റേഷൻ, ഹ്യൂമൻ ആക്ടിവിറ്റീസ്, എർത്ത്ക്വേക്സ് ആൻഡ് വെതറിംഗ് ഓഫ് റോക്സ് ക്യാൻ കോസ് ലാൻഡ്സ്ലൈഡ്സ് ആൻഡ് ഫ്ലഡ്സ് ലീഡിങ് ടു ഡിവാസ്റ്റേറ്റിംഗ് കോൺസിക്വൻസ് ഓൾവേസ്. Next, the doctor says he will send Granny's glasses to the museum. What does he mean? ഡോക്ടർ എന്താണ് ഈ ഗ്ലാസ് കണ്ടപ്പോൾ ആദ്യം പറഞ്ഞത് ഞാൻ മ്യൂസിയത്തിലേക്ക് കൊണ്ടുപോയിക്കോളാം. ആദ്യം വേസ്റ്റ് ബാസ്കറ്റ് ഇട്ടു, എന്നിട്ട് ബാസ്ക്കറ്റിൽ നിന്ന് എടുത്ത് പറഞ്ഞു ഇത് മ്യൂസിയത്തിൽ വെക്കാം. എന്തുകൊണ്ടാണ്? ഒരു പുരാതന വസ്തുവാണ് എന്ന്, അതായത് ഒരുപാട് എന്താണ് പഴക്കമുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ദ ഡോക്ടേഴ്സ് കമൻറ്റ് ഈസ് എ ഹ്യൂമറസ് റെഫറൻസ് ടു ദ ഫാക്ട് ദാറ്റ് ഹെർ ഗ്ലാസസ് വർ സോ ഓൾഡ് and hence ineffective that they could be kept in museum as an object of antiquity. Next, what was Granny's reaction when she saw Manny clearly? അപ്പം കാഴ്ച കണ്ണടയൊക്കെ മാറ്റിയപ്പോൾ കാഴ്ച കൂടി, അപ്പം മാനീനെ ക്ലിയർ ആയിട്ട് കണ്ടു. അപ്പോൾ അവരുടെ ആ റിയാക്ഷൻ എന്തായിരുന്നു? വെൻ ഗ്രാനി സോ മാനി ക്ലിയർലി ഫോർ ദ ഫസ്റ്റ് ടൈം ഇൻ ഇയേഴ്സ് ഷി വാസ് ഓവർ ജോയ്ഡ്. ഭയങ്കര സന്തോഷമായി. ഷീ എക്സ്ക്ലെയിംഡ് വിത്ത് ഡിലൈറ്റ്, ക്ലാപ്പിംഗ് ഹെർ ഹാൻഡ്സ് ആൻഡ് പ്രൈസിങ് ഹിം.
കൈയൊക്കെ ചെറിയ കുട്ടിയൊക്കെ എന്തോ ഒരു ഗിഫ്റ്റ് കിട്ടിയ അതിൽ കൈ കൊട്ടി ഇങ്ങനെ ക്ലാപ്പ് ചെയ്തു ഒക്കെ ചെയ്തു. എന്നിട്ട് അവനെ പറഞ്ഞു, അവനൊരുപാട് എന്താ പറയുക സ്തുതിച്ച് പ്രൈസിങ് ഹിം. ഷീ ഓൾസോ നോട്ടീസ്ഡ് ദാറ്റ് മാനി നീഡഡ് എ ഹെയർ കട്ട്, എ വാഷ് ആൻഡ് എ ന്യൂ ഷൂസ്. അപ്പോൾ എന്തൊക്കെയാണ് അവനിക്ക് വേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട് ഹെയർ കട്ട് വേണം, ഒരു വാഷ് വേണം, അതേപോലെ പുതിയ ഷൂ വേണമെന്ന് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് ലെറ്റസ് റിവൈൻഡ്. അതിൽ 4 ക്വസ്റ്റ്യൻസ് ഉണ്ട്, അത് നോക്കാം. വൈ ഡസ് ഗ്രാനി ഫൈനലി അഗ്രി ടു ട്രാവൽ ടു മസോറി? മസോറിയിലേക്ക് പോകാൻ ട്രാവൽ ചെയ്യാൻ അതിന് സമ്മതിച്ചത് എന്തുകൊണ്ടാണെന്ന്. ഗ്രാനി അഗ്രീസ് ടു ട്രാവൽ ടു മസോറി വെൻ മാനി ഓഫേഴ്സ് ടു അക്കമ്പനി ഹെർ. മാനി കൂടെ വരാമെന്ന് പറഞ്ഞപ്പോഴാണ് മസോറിയിലേക്ക് പോകാൻ തീരുമാനിച്ചത്. ഷീ ഈസ് ഹാപ്പി ദാറ്റ് ഷീ ഡസൻറ്റ് ഹാവ് ടു ബി പാർട്ടഡ് ഫ്രം ഹിം ഈവൻ ഫോർ എ ഷോർട്ട് വൈൽ. ഒരു ചെറിയ സമയത്തേക്ക് പോലും മാനിയിൽ നിന്ന് വിട്ട് പിരിഞ്ഞു നിൽക്കാൻ ആവില്ലായിരുന്നു. ഷീ ഓൾസോ നീഡ്സ് ടു ബൈ സീഡ്സ്, ബൾസ്, എ ബെൽ ഫോർ ദ കൗസ് ആൻഡ് സോ ഓൺ. ഇവർ പല കാര്യങ്ങളും പർച്ചേസും ചെയ്യണം. നെക്സ്റ്റ്, ഗ്രാനീസ് കറേജ് ആൻഡ് ഡിറ്റർമിനേഷൻ ആർ എവിഡൻറ്റ് ഇൻ ദ സ്റ്റോറി. സബ്സ്റ്റാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് വിത്ത് ഇൻസ്റ്റൻസസ്. ഇപ്പം ഗ്രാനിയുടെ ആ ധൈര്യവും ആ തീരുമാനത്തിലുള്ള കഴിവൊക്കെ നമുക്ക് സ്റ്റോറിയിൽ നിന്ന് അറിയാം. അത് പറയുന്ന ലൈൻസ് ഏതൊക്കെയാണ്. She insisted that she can manage the journey to Missouri despite her age and poor vision. അപ്പം കാഴ്ച കുറവാണ്, ഏജ് കൂടിയതാണ്, എന്നിരുന്നാലും മസോറിയിലേക്ക് പോകാമെന്ന് അവർ തീരുമാനിക്കുന്നു. ഷീ കോൺഫിഡൻ്റ്ലി അണ്ടർടേക്സ് ദ ലോങ് വാക്ക് ടു നെയിൻ ആൻഡ് കണ്ടിന്യൂസ് ദ ജേർണി വിത്ത് മാനി ഫേസിങ് ഓൾ ഡിഫിക്കൽട്ടീസ് സച്ച് എസ് ലാൻഡ് സ്ലൈഡ്, ദ ബസ് ഗോയിങ് ബാക്ക് ഡൗൺ ആൻഡ് ദ ഹെവി റെയിൻ വിത്ത് കറേജ്. അപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ യാത്രയിലുണ്ടായി. അവർ നൈനിലേക്ക് പോകുന്നത് എങ്ങനെയാണ്? ഒരു നീണ്ട നടത്താണ്. അത് കഴിഞ്ഞിട്ട് ബസ് കയറി, ലാൻഡ് സ്ലൈഡ് ഉണ്ടായി, ബസ് ബ്രേക്ക് ഡൗൺ ആയി, പിന്നെ അത് കഴിഞ്ഞിട്ട് ഭയങ്കര മഴയുണ്ടായി. ഇതിനെയൊക്കെ ധൈര്യപൂർവ്വമാണ് ഗ്രാനി നേരിട്ടത്. ഹെർ അൺവേവറിങ് ഡിറ്റർമിനേഷൻ ടു കംപ്ലീറ്റ് ദ ജേർണി റിവീൽസ് ഹെർ സ്ട്രെങ്ത് ഓഫ് എ ക്യാരക്ടർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഹൗ ഡസ് മാനി സപ്പോർട്ട് ഗ്രാനി ഡ്യൂറിങ് ദയർ ജേർണി? ഇപ്പം ജേർണിയിൽ എങ്ങനെയാണ് മാനി ഗ്രാനീനെ സപ്പോർട്ട് ചെയ്തത്? വാട്ട് ഡസ് ദിസ് റിവീൽ അബൌട്ട് ഹിസ് ക്യാരക്ടർ? അപ്പോൾ ഈ ക്യാരക്ടറിനെ കുറിച്ച് എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? Manny supports Granny by carrying the bedding roll, checking in on her whenever she might need to rest, and ensuring that she takes her food and staying by her side every step of the way. അപ്പോൾ എങ്ങനെയൊക്കെയാണ് മാനി സപ്പോർട്ട് ചെയ്യുന്നത്? ബെഡ് റോള് ഷോൾഡറിൽ കയറ്റി, അതേപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നുണ്ട് ഗ്രാനിക്ക് റെസ്റ്റ് ആവശ്യമുണ്ടോ, വിശക്കുന്നുണ്ടോയെന്ന്. അപ്പോൾ ഗ്രാനി പറയുകയാണ് നിങ്ങൾക്ക് ക്ഷീണം ഉണ്ടാകുമ്പോൾ നമുക്ക് ഭക്ഷണം കഴിക്കാമെന്ന്. അതേപോലെ തന്നെ ഫുഡ് എടുത്തോ, അതേപോലെ എപ്പോഴും ഗ്രാനിയുടെ അടുത്ത് തന്നെയാണ് അവിടെ വിട്ടു പോകുന്നൊന്നുമില്ല. ഹീസ് ആക്ഷൻ റിവീൽസ് ദാറ്റ് ഹീസ് തോട്ട്ഫുൾ, കെയറിങ് ആൻഡ് റെസ്പോൺസിബിൾ. ഇതെന്നൊക്കെ മനസ്സിലാകാൻ ഗ്രാനീനെ കുറിച്ച് അവനിക്ക് നല്ല വിചാരമുണ്ട്, നല്ല കെയറിങ് ആണ്, അതേപോലെ നല്ല ഉത്തരവാദിത്വം ഉണ്ട് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാം. എ ഷോർട്ടർ ടു റെസ്റ്റ് ഈസ് എ ബ്ലെസ്സിങ് ഇൻഡീഡ്. ഡോണ്ട് അഗ്രി? ഹൗ ഡസ് ദ സ്റ്റോറി ഹൈലൈറ്റ് ദ ബോണ്ട് ബിറ്റ്വീൻ ജനറേഷൻ തമ്മിലുള്ള ബോണ്ട് അതെങ്ങനെയാണ് ഈ സ്റ്റോറിയിൽ റിവീൽ ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. The passage highlights the strong bond between generations, particularly the deep care and support between Granny and Manny. Granny provides guidance and support for Manny, while Manny shows physical and emotional care for his grandmother, ensuring her comfort. Granny's joy in seeing Manny clearly through her new glasses highlights the depth of their love, a precious bond between generations. ഇനി നമുക്ക് അടുത്തത് നോക്കാം. ലെറ്റസ് റീകോൾ ആൻഡ് റീക്രിയേറ്റ്. ആക്ടിവിറ്റി 1. Read the following except from Long Walk with Granny. The rain stopped and the sun came out. Below them the light green of the fields stood out against the dark green of the forest, and the hills were bathed in golden sunshine. Do these lines create a picture in your mind? You may attempt to draw the picture. ഇപ്പം നമ്മൾ ഇവിടെ ഒരു ഡിസ്ക്രിപ്ഷനാണ് വായിച്ചത്. അപ്പോൾ അതുകൊണ്ട് ഡിസ്ക്രിപ്ഷൻ വായിച്ചിട്ട് നിങ്ങളൊരു പിക്ചർ അതിനനുസരിച്ചിട്ട് വരയ്ക്കാനാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ നിങ്ങളൊരു ചിത്രം വരച്ച് നോക്കുക. ഗ്രാനി ആൻഡ് മാനി സ്റ്റാൻഡ് ഓൺ ദ സമ്മിറ്റ് ഓഫ് ദ പീക്ക് ഓൺ ദെയർ വേ ടു നൈൻ. ദേ ലുക്ക് അറൗണ്ട്. മാനി ഈസ് റിയലി അമേസ്ഡ് ബൈ ദ ബ്യൂട്ടി ഓഫ് ദ സീൻ. ഇമാജിൻ ദിസ് ഈസ് ദ വ്യൂ. ഇപ്പം വ്യൂ ഇതാ നിങ്ങൾ കണ്ടല്ലോ. അപ്പം ദിസ് ഈസ് ഹൗ ഡിസ്ക്രൈബ് ദ പ്ലേസ് ടു എ ഫ്രണ്ട്.
ദ വ്യൂ ഓഫ് സ്നോ, അപ്പോൾ ഇത് ഡിസ്ക്രൈബ് ചെയ്യാണ്, ഈ പ്ലേസിനെ പറ്റിയിട്ട് ഡിസ്ക്രൈബ് ചെയ്യാണ്. ദ വ്യൂ ഓഫ് സ്നോ ക്യാപ്ഡ് പീക്സ്, ദ റോക്കി ടെറൈൻ ആൻഡ് ദ ക്രിസ്റ്റൽ ക്ലിയർ വാട്ടർ ഇൻ ദ റിവർ വാട്ടർ ബൈ were just breathtaking. A beam of light coming through the white clouds spread its brilliance all around. The tall, dark green trees seemed glowing too. The misty morning was giving way to a brighter day. The vast valley was filled with the wonderful green shade, all of which were mesmering. അപ്പോൾ നല്ലൊരു ഡിസ്ക്രിപ്ഷനാണ്. ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നതാണ്, ലിസ്റ്റ് ദ വേർഡ്സ് ഓർ ഫ്രൈസസ് ദാറ്റ് ഹെൽപ്ഡ് മാനി ഡിസ്ക്രൈബ് ദ പ്ലേസ് ഇൻ ദ ടേബിൾ ബിലോ വൺ ഹാസ് ബീൻ ഡൺ. അപ്പോൾ സ്നോ ക്യാപ്ഡ് പീക്ക്, അതേപോലെ റോക്കി ടെറൈൻ, ക്രിസ്റ്റൽ ക്ലിയർ വാട്ടർ, വൈറ്റ് ക്ലൗഡ്സ്, ടോൾ ഡാർക്ക് ഗ്രീൻ. ട്രീസിനെ ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്? ടോൾ ഡാർക്ക് ഗ്രീൻ ആണ്. മോർണിംഗ് എങ്ങനെയാണ് ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്? മിസ്റ്റി. ഓക്കെ, വാസ്റ്റ് വാലി. ഓക്കെ, ഇനി അടുത്തത്, നൗ ലെറ്റ് us try to describe the place given below using a suitable descriptive adjective. അപ്പോൾ ഇവിടെ ഒരു പ്ലേസ് തന്നിട്ടുണ്ട്, അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ഡിസ്ക്രിപ്ഷൻ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒന്ന് എഴുതി നോക്കാം. ദ വില്ലേജ് ഈസ് സറൗണ്ടഡ് ബൈ ഗ്രീൻ പാഡി ഫീൽഡ്സ് ആൻഡ് ഹിൽസ്. Tall trees stand tall against the blue sky. The sun shines brightly and white clouds float gently. Birds fly around singing sweet songs. A clear stream runs through the fields, making the scene even more beautiful. It is a peaceful and lovely place. Okay. ഇനി അടുത്ത ആക്ടിവിറ്റി നോക്കാം. ഗ്രാനി ആൻഡ് മാനി return after their thrilling experience of walking and exploring the surroundings. At home, Manny shares his experience with his father. Write the likely narrative. Narrative എഴുതാനാണ്. ഇനി അടുത്തത്, the eye specialist couldn't forget Granny and his interaction with her. He relaxed the encounter in his diary. Write a likely diary entry. ഒരു ഡയറി എൻട്രി എഴുതാനുണ്ട്. ഇനി അടുത്ത, ഹാവ് യു റീസെൻ്റ്ലി വിസിറ്റഡ് എ ടൂറിസ്റ്റ് സ്പോട്ട് ഓർ എ പ്ലേസ് ദാറ്റ് കോട്ട് യുവർ അറ്റൻഷൻ വിത്ത് ഇറ്റ്സ് ബ്യൂട്ടി. അറ്റംപ്റ്റ് എ ഡിസ്ക്രിപ്റ്റീവ് പാരഗ്രാഫ് ഓൺ ദ സ്പോട്ട് യു വിസിറ്റ്. അങ്ങനെ 3 കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാൻ തന്നത്. ഒരു നരേഷൻ എഴുതണം, അതേപോലെ ഒരു ഡയറി എൻട്രി എഴുതണം, അതേപോലെ തന്നെ അടുത്ത് നമ്മൾ വിസിറ്റ് ചെയ്ത ഏതെങ്കിലും ടൂറിസ്റ്റ് സ്പോട്ടിനെ പറ്റിയിട്ടുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ എഴുതണം. അപ്പം നമുക്ക് ആദ്യത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം നോക്കാം. ഗ്രാനിയും മാനിയും ത്രില്ലിങ് എക്സ്പീരിയൻസൊക്കെ കഴിഞ്ഞിട്ട് ചുറ്റുപാടും സറൗണ്ടിങ്സൊക്കെ ചുറ്റിക്കാണുകയാണ്. അതിനെക്കുറിച്ചൊരു നരേറ്റീവ് എഴുതാനാണ്. Today was the best day ever. Granny and I went on an adventure through the village path. We saw endless green paddy fields and birds singing in the trees. Granny taught me about wildflowers and even showed me a butterfly on a sunny yellow blue. We followed a sparkling stream that shone like diamonds in the sunlight. Granny shared stories of her childhood and I felt like I was right there with her, running through the fields. It was so peaceful and beautiful. I want to go again tomorrow. നെക്സ്റ്റ്, ഐ സ്പെഷ്യലിസ്റ്റിൻ്റെ അടുത്തുള്ള ഐ ഇൻട്രാക്ഷൻ, എന്നിട്ട് സ്പെഷ്യൽ ഡോക്ടർ എഴുതുന്ന ഡയറി എൻട്രിയാണ് നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ ആദ്യം ഡയറി എഴുതുമ്പോൾ നമ്മൾ ഡേറ്റ് എഴുതണം. 4th June Friday 2025. Today I met an old lady who needed glasses. After I helped her, she could see much better. She was happy to see her grandson's face clearly and said he looked handsome. Her love for him was sweet. I was touched by her simplicity and warmth. It was a lovely moment that made my day special. A smile lighted up the room and I felt happy to have helped her. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? നമ്മൾ വിസിറ്റ് ചെയ്ത ഏതെങ്കിലും ടൂറിസ്റ്റ് പ്ലേസിനെ കുറിച്ച് എഴുതാനാണ്. I visited Edakal Caves in Kerala. The caves have ancient carvings and paintings on the walls. It's a beautiful place with the scenery around is also very nice. I loved exploring the caves and learning about the past. The caves are nestled in the hills, offering stunning views. I felt like I was stepping back in time. It was a wonderful experience and I would love to visit again. അപ്പം നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആൻസറും അതേപോലെ എല്ലാ ആക്ടിവിറ്റീസും ഡിസ്കസ് ചെയ്തു. ഇനി കേരള പാഠാവലി ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൂട്ടുകാർക്ക് ഷെയർ ചെയ്തൊക്കെ. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.